ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമുക്കൊരു ചെറിയ ഈവനിങ് വ്ളോഗ് കണ്ടാലോ? സമയം 6:20 അപ്പം വൈകുന്നേരത്തേക്കുള്ള ഡിന്നർ ഉണ്ടാക്കണം. എന്താ ഉണ്ടാക്കുകയെന്ന് ആലോചിച്ചിരിക്കുമ്പോഴാണ് ഒരു ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പി കണ്ടത്. അപ്പം നിങ്ങൾ വിചാരിക്കും ടൊമാറ്റോ റൈസിന് ഇത്ര ടൊമാറ്റോ മതിയോ എന്ന്. ഞാൻ കുറച്ച് അവിടെ അരച്ച് വെച്ചിട്ടുണ്ടേ. അപ്പോൾ അതിനുള്ള സ്പൈസസും ഉള്ളിയും തക്കാളിയും അതെല്ലാം ഞാൻ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് ഓൾറെഡി. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് ഇൻസ്റ്റാപോട്ടിലാണ്. ഞാൻ സാധാരണ ബിരിയാണിയും ടൊമാറ്റോ റൈസും ഇങ്ങനത്തെ സാധനമൊക്കെ മോസ്റ്റ്ലി എല്ലാ റൈസ് ഐറ്റംസും ഞാൻ ഇൻസ്റ്റാപോട്ടിലാണ് ഉണ്ടാക്കുന്നത്. അതാകുമ്പോൾ ഭയങ്കര എളുപ്പമാണല്ലോ, വലിയ പണിയൊന്നുമില്ല. അപ്പോൾ ഇൻസ്റ്റാപോട്ടിൽ ഞാൻ കുറച്ച് നെയ്യും എണ്ണയും മിക്സ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ നമ്മുടെ ഹോൾ സ്പൈസസ് എല്ലാം ആഡ് ചെയ്തു. നിങ്ങളുടെ കയ്യിലുള്ള ഹോൾ സ്പൈസസ് എല്ലാം ആഡ് ചെയ്തു. അധികം ആവരുത്, അത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ഒരു മീഡിയം സൈസിൻ്റെ ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഒരു ട്രാൻസ്പെറൻറ്റ് ആവുന്നോടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. അതിൻ്റെ ഇടയ്ക്കാണ് പിള്ളേരെന്താ ചെയ്യുന്നതെന്ന് നോക്കാൻ പോയത്. ഞാൻ നോക്കുമ്പോൾ ഒരാളിവിടെ അവരുടെ എന്തോ ഒരു ടോയ് വെച്ച് ഭയങ്കരമായിട്ട് ബിൽഡ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്, പക്ഷെ നടക്കുന്നില്ല. അപ്പോൾ ഉള്ള ഒരു പീസ് വെച്ച് അവൾ എങ്ങനെയൊക്കെയോ കളിക്കാൻ നോക്കുക. അപ്പുറത്ത് നോക്കിയാൽ അവന് കുറേ ഇങ്ങനത്തെ ചെറിയ ചെറിയ കാറുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. എപ്പോൾ നമ്മൾ കടയിൽ പോയാലും ഒരു ഹോട്ട് വീൽസ് അവന് വാങ്ങിയില്ലെങ്കിൽ ഒരു സമാധാനമില്ല. അവനത് വെച്ച് കളിക്കുന്നു. എന്തായാലും കളിക്കുമല്ലേ എന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നെ എൻ്റെ പണിയിലേക്ക് കടന്നു. അങ്ങനെ സ്പൈസസ് എല്ലാം ഉള്ളിയൊക്കെ ട്രാൻസ്ലൂസൻ്റ് ആയി. ഞാൻ അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും പിന്നെ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഉള്ളിയും ആഡ് ചെയ്തു. ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അധികം അങ്ങോട്ട് വഴണ്ടി വരണ്ട. അന്നേരമാണ് ഞാൻ ഓർത്തെ, അയ്യോ ഇതിനിടാൻ വേണ്ടിയിട്ടുള്ള മിൻറ്റ് ലീവ്സ് ഇല്ലല്ലോ എന്ന്. നമുക്ക് മിൻറ്റ് ലീവ്സിന് ഒരു ക്ഷാമവും ഇല്ല. ഞാൻ ചെറുതായിട്ട് ഒരു 2 തണ്ട് മിൻറ്റ് ലീവ്സ് നട്ടതാണ് സമ്മറിൽ. അത് 2 വർഷമായി ഇപ്പം പടർന്ന് ഇങ്ങനെ പോവാണ്. ഞാൻ കുറേ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ കൊണ്ടു കൊടുത്തു. എന്നാലും ഞാൻ വെട്ടി കളഞ്ഞിട്ടും പിന്നെയും കുറേ മിൻറ്റ് ലീവ്സ് ആവുന്നുണ്ട്. ഇനിയിപ്പോൾ അത് തണുപ്പായി കഴിഞ്ഞാൽ പിന്നെ ഇനി അത് നിൽക്കത്തില്ല. അപ്പോൾ വളരുന്നത്രയും വളരട്ടെ എന്നോർത്ത് ഞാനും വിട്ടു. അപ്പോൾ കുറച്ച് മിൻറ്റ് ലീവ്സ് ഞാൻ എടുത്തു. ഇത് നമ്മുടെ നാട്ടിൽ കിട്ടുന്ന മിൻറ്റ് ലീവ്സ് അല്ല കേട്ടോ. ഇത് ഇവിടുത്തെ ഒരുമാതിരി ഹൈബ്രിഡ് മിൻറ്റ് ലീവാണ്. അപ്പോൾ അത് ഞാൻ കൊണ്ടുവന്ന് കഴുകി. അതിൻ്റെ കൂടെ നമുക്ക് കുറച്ച് മല്ലിയിലയും വേണം. അപ്പോൾ അത് ഞാൻ കുറച്ചെടുത്ത് ഇത് നന്നായിട്ട് നമുക്കൊന്ന് കഴുകി. മിൻറ്റ് ലീവ്സിൽ കുറേ മണ്ണുണ്ടാവും. അത് നന്നായിട്ട് കഴുകിയില്ലെങ്കിൽ ഇടയ്ക്ക് ഈ മണൽ പോലെ എന്തെങ്കിലും കടിക്കാൻ കിട്ടും. അപ്പം ഞാൻ ഇങ്ങനെയാണ് കൊറിയൻഡർ, അതായത് മല്ലിയില സ്റ്റോർ ചെയ്യുന്നത്. കുറച്ച് നാൾ ഇരിക്കും, അധികം മോയ്സ്ചറൊക്കെ ഇല്ലെങ്കിൽ. അങ്ങനെ മിൻറ്റ് ലീവ്സും കൊറിയൻഡറും ഞാൻ കഴുകി അരിഞ്ഞ് കുഞ്ഞായിട്ട് അരിഞ്ഞ് നമ്മുടെ ഉള്ളിയും തക്കാളിയുടെ മസാലയിലേക്ക് ഇട്ടു. അത് ഒന്ന് ചെറുതായിട്ട് അതിൻ്റെ ഇലയൊക്കെ ഒന്ന് വാടി വരുന്നോടം വരെ നമുക്ക് ഇളക്കാം. അതിൻ്റെ കൂടെ ഞാനിവിടെ ഇത് ഉള്ളിയും തക്കാളിയും വെളുത്തുള്ളിയും പിന്നെ ഉണക്കമുളകും ഇതിൻ്റെ ഒരു പേസ്റ്റാണ്. അപ്പോൾ അത് ഞാൻ നേരത്തെ അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാൻ നമ്മുടെ ഈ വഴണ്ട് വന്ന ഉള്ളിയുടെയും തക്കാളിയുടെയും കൂടെ ഒന്ന് ആഡ് ചെയ്ത് കുറച്ച് കസൂരി മേത്തി ഇട്ടു. ഇതിൻ്റെയൊക്കെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടമാവണമെന്നില്ല കേട്ടോ. അപ്പം ഞാൻ അത് ഇട്ട് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റാം. ഇതിൻ്റെ ആ പച്ച മണമൊക്കെ കാരണം ഞാൻ ആ മസാല അരച്ചത് പച്ചയ്ക്കാണ്. അപ്പോൾ അതിൻ്റെ പച്ച മണമൊക്കെ ഒന്ന് പോകണം. അപ്പോൾ അതവിടെ വഴണ്ടി വന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഓൾറെഡി കുറച്ച് അരി നനച്ച് കുതിർക്കാൻ വേണ്ടിയിട്ടുണ്ടായിരുന്നു. നമ്മുടെ ബാസ്മതി അരിയാണ്. അപ്പോൾ അത് ഞാൻ കഴുകി വെച്ചിട്ടുണ്ട്. ഇത് നമുക്ക് ഈ മസാലയിലേക്ക് ഒന്ന് ചേർത്ത് നമുക്ക് നന്നായിട്ടൊന്ന് ഒത്തിരി അങ്ങ് ഉടഞ്ഞു പോകുന്ന പോലെ ഇളക്കണ്ട. ആ അരിയൊക്കെ പൊട്ടി പോവും. അപ്പം മെല്ലെ ഒന്ന് മസാലയുടെ കൂടെ ഒന്ന് ബ്ലെൻഡ് ആവുന്ന പോലെ ഒന്ന് ഇളക്കിയാൽ മതി. അത് ചെറുതായിട്ടൊന്നിങ്ങനെ പൊട്ടി തുടങ്ങുമല്ലോ. ആ സമയത്ത് വേണം നമ്മൾ ഇതിന് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ. അപ്പം ഇത് ഓൾമോസ്റ്റ് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുണ്ട്. ഇപ്പം ഞാൻ അരി എടുത്തതിൻ്റെ ഒരു ഡബിൾ വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും കൂടെ ചേർത്ത് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഈ സമയത്ത് ഉപ്പ് കുറവാണെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് ഉപ്പിട്ട് കൊടുത്ത് അതിൻ്റെ ടേസ്റ്റ് എല്ലാം ഒന്ന് എന്തെങ്കിലും കുറവോ കൂടുതലോ ഉണ്ടെങ്കിൽ അതങ്ങ് ചേർത്ത് കൊടുത്ത് നമുക്ക് ഇതിനെ അടച്ച് വെച്ച് വേവിക്കാൻ വെക്കാം. അപ്പം ഇത് ബാസ്മതി അരി ആയതുകൊണ്ട് 1 മിനിറ്റ് മതി ഇൻസ്റ്റാപോട്ടിൽ വേവാൻ വേണ്ടി. അപ്പം ഞാൻ 1 മിനിറ്റ് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ ആവുന്ന സമയത്ത് ഈ കുക്കിംഗ് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ക്ലീനിങ് ഒരു വലിയ പണി തന്നെയാണല്ലോ. അപ്പോൾ നമുക്കിപ്പം ആ പണിയിലേക്ക് അങ്ങ് പോയാലോ. എനിക്ക് പെട്ടെന്ന് ക്ലീൻ ചെയ്യണം. ഞാനിത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അമ്മൂസ് മുമ്പിൽ കൂടെ വന്നിട്ട് ഹായ് ഒക്കെ പറയുന്നു. പാവം അവളുടെ തല കാണുന്നില്ല എന്ന് നമുക്കറിയത്തില്ല.
അപ്പം ഞാൻ കുറേ സാധനം ഫ്രിഡ്ജിൽ നിന്ന് എടുത്തായിരുന്നു ഈ ചോറുണ്ടാക്കാൻ വേണ്ടി. അപ്പോൾ അതെല്ലാം തിരിച്ച് എടുത്ത് വെക്കണം. സ്പെഷ്യലി നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ പേസ്റ്റൊക്കെ അതിങ്ങനെ പുറത്ത് ഇരുന്നാൽ അത് ശരിയാവത്തില്ലല്ലോ. അപ്പം ചോറ് അവിടെ ഇനി ആയിക്കൊണ്ടുണ്ട്. ഞാൻ പ്രഷറിലാണ് 1 മിനിറ്റ് വെക്കുന്നത് ഇൻസ്റ്റാ പോട്ടിൽ. എനിക്കത് കറക്റ്റ് വേവാണ്. എല്ലാവർക്കും അങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. ചിലർ റൈസ് ഓപ്ഷനുണ്ട്, അതിനകത്തും വെക്കും. അപ്പോൾ കുറേ പാത്രങ്ങൾ നമ്മൾ സിങ്കിൽ ഇട്ടിട്ടുണ്ടായിരുന്നു എല്ലാം. അതെല്ലാം ഞാൻ ഈ ഡിഷ് വാഷർ ഒരു വലിയ ഹെൽപ്പ് തന്നെയാണ്. ഇങ്ങനെ നമ്മൾ കുക്കിങ്ങൊക്കെ ചെയ്ത് ഇങ്ങനത്തെ ചെറിയ ചെറിയ പാത്രങ്ങൾ ഇങ്ങനെ കൂടിയിരിക്കും. നമുക്ക് മനസ്സിലാവത്തില്ല ഇത് എന്തോരം ആവുമെന്ന്. അപ്പോൾ നമ്മൾ ഈ ഡിഷ് വാഷർ ഉണ്ടെങ്കിൽ ഉണ്ടല്ലോ, അറ്റ്ലീസ്റ്റ് പാത്രം കഴുകുന്ന പണി ഒത്തിരി ഒഴിവായി കിട്ടും. അത് തന്നെയല്ല, നമ്മുടെ സമയവും നമുക്ക് ലാഭിക്കാം. കാരണം അതിനകത്ത് ഒന്ന് ലോഡ് ചെയ്ത് വെച്ചാൽ പിന്നെ അതിൻ്റെ പണി അത് ചെയ്തോളും. നമ്മൾ പിന്നെ കഴുകുന്ന ഇതിലേക്ക് അങ്ങ് പോകണ്ട. അപ്പം ഞാൻ സിങ്കിൽ നിന്ന് വന്ന പാത്രമെല്ലാം എടുത്ത് ഡിഷ് വാഷറിലിട്ടു. അപ്പോഴാണ് ഞാൻ ഈ കരിക്ക് കണ്ടത്. ഇത് ഒരു ദിവസം ഞങ്ങൾ ഗ്രോസറി വാങ്ങിക്കാൻ പോയപ്പം വാൾമാർട്ടിൽ കണ്ടതാണ്. അപ്പോൾ ഒന്ന് കുടിച്ച് നോക്കിയേക്കാമെന്ന് വിചാരിച്ച് മേടിച്ചു. കുഴപ്പമില്ല, വിയറ്റ്നാമിൽ നിന്ന് വരുന്ന അത് കരിക്കാണ്. അതെല്ലാം കഴിഞ്ഞ് തിരിഞ്ഞു നോക്കിയപ്പോൾ ടേബിളിൻ്റെ അവസ്ഥ ഇങ്ങനെ, ബാഗും ബുക്കും വാട്ടർ ബോട്ടിലും എല്ലാം ടേബിളിൽ നിരന്നിരിക്കുകയാണ്. അതും എല്ലാം ക്ലീൻ ചെയ്ത് ഞാൻ അവളെ നോക്കിയപ്പം അവൾ തന്നെ ഇരുന്ന് ചിരിക്കുക. അവളുടെ പാവപ്പെട്ടോൾ അവളുടെ ഭയങ്കര ഒരു വീക്ക്നെസ്സാണ്, ഭയങ്കര ഇഷ്ടമുള്ളൊരു കാർട്ടൂണാണ്. അത് കണ്ടുകൊണ്ടിരുന്ന് തന്നെ ഇരുന്ന് ചിരിക്കുകയും ചെയ്യും, തന്നെ എന്തൊക്കെയോ പറയുകയും ചെയ്യും. അപ്പം അതിൻ്റെ ഒരു ആ ഒരു ഇതിൽ മുഴുകിയിരിക്കുകയാണ് അവൾ. അപ്പോൾ സൈഡിലോട്ട് നോക്കിയപ്പം കുറേ ടോയ്സ്, കാർസ് എല്ലാം സോഫയിലിരിക്കുന്നു. ഇനിയിപ്പോൾ ഇത് ക്ലീൻ ചെയ്യണ്ടേ? അപ്പം അതെല്ലാം ഞാൻ ഒരു ഭാഗത്ത് ഇതൊന്നും എടുത്ത് വെച്ചിട്ട് ഒരു കാര്യമില്ല. കുറച്ച് നേരം കഴിയുമ്പോൾ ഇതിൻ്റെയൊക്കെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. പിന്നെയും തിരിച്ച് അതെല്ലാം ഒന്നെങ്കിൽ ഫ്ലോറിലുണ്ടാവും, അല്ലെങ്കിൽ സോഫയിലുണ്ടാവും. അപ്പോൾ അതെല്ലാം കഴിഞ്ഞ് കുറച്ചൊന്ന് വാക്യൂം ചെയ്യാമെന്ന് വിചാരിച്ചു. ഇങ്ങനത്തെ വാക്യൂം ഭയങ്കര ഒരു ഹെൽപ്ഫുള്ളാണേ. സാധാരണ ഞാൻ ചൂല് വെച്ചായിരുന്നു അടിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇവിടുത്തെ വാങ്ങിക്കുന്ന ആ ചൂലിൽ തന്നെ ഒത്തിരി പൊടിയുണ്ട്. ഒരുമാതിരി നമ്മുടെ പുല്ല് ചൂലുണ്ടല്ലോ, ആ പുല്ല് ചൂലിൽ തന്നെ ഒരുമാതിരി പൊടിയുണ്ട്. തൂക്കുമ്പോൾ ആ പൊടിയാണ് താഴെ വീഴുന്നത്. അപ്പോൾ അത് നമുക്ക് ഡബിൾ പണിയാണ്. പിന്നെ ഇതൊരുമാതിരി വിനൈൽ ഫ്ലോറാണല്ലോ, അപ്പം നമ്മൾ മറ്റേ പ്ലാസ്റ്റിക്കിൻ്റെ ചൂല് വെച്ചൊന്നും തൂത്താൽ പൊടിയൊന്നും അങ്ങനെ പോകത്തുമില്ല. അപ്പോഴാണ് ഞങ്ങൾ വാക്യൂം ക്ലീനർ ഓഫറിൽ കണ്ടതും, പിന്നെ അത് കോഡ്ലെസ് വാക്യൂം ക്ലീനറാണ്. അങ്ങനെ ഞങ്ങൾ വാങ്ങിച്ചു. അത് ഭയങ്കര ഒരു ഹെൽപ്ഫുൾ സാധനമാണ്. അതെല്ലാം കഴിഞ്ഞ് സമയം 7:20 എനിക്ക് അബിനെ പിക്ക് ചെയ്യാനും പോകണം. അതും കഴിഞ്ഞ് ചോറ് ഓൾറെഡി ആയായിരുന്നു, അതിൻ്റെ പ്രഷറൊക്കെ പോയി. ചോറ് നോക്കിയപ്പം നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഞാൻ അധികം ഇതിനെ അങ്ങ് ഇളക്കാൻ നിൽക്കത്തില്ല ഇപ്പം, കാരണം അത് ചൂടുള്ളത് കൊണ്ട് നമ്മൾ ഇളക്കാൻ പോയെങ്കിലുണ്ടല്ലോ ആ ചോറെല്ലാം ഇങ്ങനെ പൊട്ടി പോവും. ഒരുമാതിരി മുറിഞ്ഞ പോലെ ഉണ്ടാവും ചോറ്. അപ്പോൾ അത് ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് വിചാരിച്ച്. ഓൾറെഡി സമയം 7:20 ആയിരുന്നല്ലോ, അബി വരുന്ന സമയമായി. അപ്പോൾ അബി ജോലി കഴിഞ്ഞ് വരുമ്പോൾ ഞാൻ അബിനെ പോയി പിക്ക് ചെയ്യുന്നത്. അങ്ങനെ പിള്ളേരോട് ഞാൻ ഷൂസും ജാക്കറ്റും ഒക്കെ ഇടാൻ പറയായിരുന്നു. പുറത്ത് നല്ല തണുപ്പുണ്ട്, മഴയും പെയ്യുന്നുണ്ട്. അപ്പം ഞാൻ അവളെ ജാക്കറ്റ് ഇടാൻ വേണ്ടി സ്കൂളിൽ പഠിപ്പിച്ച ഒരു രീതിയാണ് അത്, നിലത്തിങ്ങനെ ഇട്ടിട്ട് എടുത്ത് മുകളിലേക്ക് തിരിച്ചിടുന്നത്. അപ്പോൾ അങ്ങനെ ലോക്കൊക്കെ ചെയ്ത് ഞാൻ പയ്യെ ഇറങ്ങി. അവൾ പിന്നെ കാർ സീറ്റിൽ ഇരിക്കണം. അപ്പൂന് സീറ്റ് ബെൽറ്റ് ഇട്ടാലും മതി. അങ്ങനെ കാർ സീറ്റിൽ ഇരിക്കാൻ കുറച്ചൊരു മടിയായിരുന്നു, നിർബന്ധിച്ചിരുത്തിയേക്കുക. അങ്ങനെ നമുക്ക് അബിനെ പിക്ക് ചെയ്യാൻ പോവാം. അബി ഓൾറെഡി ഇപ്പോൾ ഒരു 7:30 ഒക്കെ ആകുമ്പോൾ വരും. ഒരു 5 മിനിറ്റ്സിൽ ഞാനവിടെ എത്തും. അപ്പം വണ്ടിയൊക്കെ സ്റ്റാർട്ട് ചെയ്ത് നല്ല മഴ പെയ്യുന്നുണ്ടായിരുന്നേ. മഴയും ഉണ്ടായിരുന്നു, തണുപ്പും ഉണ്ടായിരുന്നു, ഒരുമാതിരി ക്ലൈമറ്റായിരുന്നു. അങ്ങനെ പിള്ളേരെ ഇരുത്തി ഞാൻ വണ്ടി എടുത്തു. ഇവിടെ നിന്നൊരു 5 മിനിറ്റ്സ് ഉണ്ട് അബിയുള്ള സ്ഥലത്തേക്ക് എത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ അബിയുടെ ജോലി കഴിയുന്നത് 7:30. അപ്പോൾ മോസ്റ്റ്ലി ഞാനാണ് അബിനെ പിക്ക് ചെയ്യാൻ പോവാറ്. കാരണം അബിയുടെ ഷിഫ്റ്റ് തുടങ്ങുന്നതും തീരുന്നതും രണ്ട് സ്ഥലത്തായതുകൊണ്ട് വണ്ടി എടുത്തുകൊണ്ട് പോയാൽ അതൊരു ബുദ്ധിമുട്ടാണ്. വണ്ടി ഉള്ള സ്ഥലത്തേക്ക് പോകാൻ ട്രാൻസ്പോർട്ടേഷൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അങ്ങനെ നമ്മൾ അബിനെ നമുക്ക് പിക്ക് ചെയ്യുന്നിടത്തേക്ക് പോവാം, എന്നിട്ട് കാണാം.
അങ്ങനെ അബീനെ പിക്ക് ചെയ്യാൻ ഞങ്ങളിവിടെ എത്തി. അബി വരുന്നുണ്ട്. മഴ അധികമൊന്നും വരുന്നില്ല, എന്നാലും ഒരുമാതിരി ചെറിയ കാറ്റുണ്ട്, ഒരു തണുത്ത കാറ്റ്. ഇപ്പോൾ ഫോൾ സീസൺ ആണല്ലോ, അപ്പോൾ പിന്നെ പറയാൻ വേണ്ട. മഴയും കാറ്റും ഇലകളൊക്കെ പൊഴിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ റോട്ടിലൊക്കെ വീണ് കിടക്കുമായിരിക്കും. അങ്ങനെ പിള്ളേർ അബിയോട് ഹായ് ഒക്കെ പറഞ്ഞ് സംസാരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോയി. അമ്മൂസ് 5 മിനിറ്റത്തെ ഗ്യാപ്പിൽ കിടന്നുറങ്ങി. അവൾ ഭയങ്കര ടയേർഡായിരുന്നു. സ്കൂളിൽ നിന്ന് വരുമ്പോൾ എപ്പോഴും ഇങ്ങനെ തന്നെയാണ്. വൈകുന്നേരം വരുമ്പോഴേ ടയേർഡായിരിക്കും. പിന്നെ ഞാൻ കിടത്തി ഉറക്കാൻ നിൽക്കത്തില്ല, കാരണം അല്ലെങ്കിൽ അവൾ പെട്ടെന്ന് കിടന്ന് ഉറങ്ങത്തില്ല രാത്രി. അപ്പോൾ അങ്ങനെയായിരുന്നു ഞങ്ങളുടെ ഇന്നത്തെ ഒരു ഈവനിങ്. അപ്പോൾ എന്താ പറയുക, വലിയ കാര്യമായിട്ടൊന്നും ഇല്ലായിരുന്നു, ചെറുതായിട്ട്. അപ്പം ഈ ഒരു ഈവനിങ് വ്ളോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേരെ, ഒന്ന് സപ്പോർട്ട് ചെയ്തേരെ കേട്ടോ. അങ്ങനെ ഞങ്ങളിതേ വീട്ടിലെത്തി. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. നമുക്ക് അടുത്ത ഒരു നല്ല വീഡിയോ ആയിട്ട് കാണുന്നോടം വരെ എല്ലാവർക്കും ബൈ, ഗുഡ് നൈറ്റ്.